നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. വളരെ നിസ്സാരമായിട്ടെടുത്ത് പലപ്പോഴും ഗൗരവമായ അവസ്ഥയിലേക്ക് പോകുന്ന ചില പ്രശ്നങ്ങൾ. അതിലൊന്നാണ് തിമിരം. തിമിരം പോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ഗ്ലോക്കോമ. തിമിരവും ഗ്ലോക്കോമയും കണ്ണുകളെ എങ്ങനെ ബാധിക്കുന്നു, ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൂനമാവ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധയായ ഡോക്ടർ സഫി ജോസ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം തിമിരം എന്ന് പറയുമ്പോൾ തന്നെ വളരെ സാധാരണമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരസുഖമാണ്. തിമിരവും അതെ, ഗ്ലോക്കോമയും അതെ. ഗ്ലോക്കോമ എന്നാൽ അത്രയ്ക്ക് സാധാരണമല്ല എന്നെനിക്ക് തോന്നുന്നു. തിമിരത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. എന്താണ് യഥാർത്ഥത്തിൽ തിമിരം? തിമിരത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കണ്ണിൻ്റെ ഘടനയെ പറ്റി ഒരു ചെറിയ ഒരു വിവരണം നന്നായിരിക്കും. അപ്പോൾ കണ്ണിനെ നമുക്ക് ക്യാമറയായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ക്യാമറയ്ക്കകത്തുണ്ടാവുന്ന ലെൻസ് പോലെ തന്നെ നമ്മുടെ കണ്ണിനകത്തും ഒരു ലെൻസ് ഉണ്ട്. അപ്പോൾ ആ ലെൻസിലൂടെയാണ് ഈ പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണിനകത്ത് വരുന്നതും അതിൻ്റെ നേത്രപടലം, അതായത് റെറ്റിനയിൽ പതിച്ചിട്ടാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ഈ ലെൻസ് ശരിക്കും നല്ല സുതാര്യമായിരുന്നാൽ മാത്രമേ ഈ പ്രകാശരശ്മികൾക്ക് അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഈ സുതാര്യത നഷ്ടമാവുന്ന അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് തിമിരം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ആ സുതാര്യത നഷ്ടമാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഗ്രേഡിങ് ഇടുവാണെങ്കിൽ നമ്മൾക്കത് ചെറിയ നിലയിൽ തുടങ്ങി അത് കൂടുതലായി വരുന്നതനുസരിച്ച് ഈ കാഴ്ചയുടെ വൈകല്യവും കൂടി വരും. അതുപോലെ തന്നെ ഈ സുതാര്യത ഈ ലെൻസിൻ്റെ ഏതു ഭാഗത്ത് ഈ തിമിരം ബാധിക്കുന്നു എന്നുള്ളതും കാഴ്ചയെ പ്രതികൂലമായി ബാധിക്കാം. അതായത് നമുക്ക് അളവെടുത്താൽ ചിലപ്പോൾ ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ സെൻട്രൽ ഭാഗത്ത് വരുവാണെങ്കിൽ നമുക്ക് ആ പ്രകാശരശ്മി നേരെ നടുക്ക് കൂടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് തടയുമ്പോൾ നമുക്ക് കാഴ്ചയുടെ വൈകല്യം കൂടുതലായിട്ട് അനുഭവപ്പെടാം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞു സുതാര്യത നഷ്ടമാകുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അത് പല കാരണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും സാധാരണമായിട്ടും കാണുന്നത് പ്രായത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതായത് നമുക്ക് ഈ പ്രായാധിക്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ഈ ലെൻസിൻ്റെ ഉള്ളിൽ കുറേ പ്രോട്ടീനുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സുതാര്യത കുറഞ്ഞു വരും. അത് സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണം. പിന്നെ അതല്ലാതെ പല കാരണങ്ങളും ഈ തിമിരത്തിന് കാരണമാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് ചില മരുന്നുകളുടെ ഉപയോഗം കുറേ നാളായിട്ട് ഉപയോഗിക്കുമ്പോൾ, പിന്നെ ചില അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഈ തിമിരം ഉണ്ടാവാം. പിന്നെ ചില പരിക്ക് പറ്റിയിട്ട് അതല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന നിർദോഷം, അങ്ങനത്തെ അസുഖങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ തിമിരം ഉണ്ടാവും. പിന്നെ ചെറിയ കുട്ടികൾക്ക് ജന്മന ഉള്ളതുണ്ട്. ഈ കൺജനിറ്റലായിട്ട് വരുന്ന വ്യത്യാസങ്ങൾ പതുക്കെ വലുതായി വന്നിട്ട് തിമിരാവുന്നതുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. ഡോക്ടർ, ഇപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ. പുതുതലമുറയിൽ പല പ്രശ്നങ്ങളും പണ്ടത്തെ തലമുറയേക്കാൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രായമായി വരുംതോറും തിമിരം വരാനുള്ള സാധ്യതയുണ്ടെന്ന്. എന്നാൽ പണ്ട് കാലത്ത് തിമിരം ഉണ്ടെന്ന് അധികം ആളുകൾ പറഞ്ഞു കേട്ടില്ല. 80 വയസ്സൊക്കെ ആയവർക്കും കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മളിത് കണ്ടുപിടിക്കാതെ പോകുന്നതായിരുന്നോ, അതോ പുതുതലമുറയിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലാണ്? അല്ല, കണ്ടുപിടിക്കാതെ പോകുന്നു പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്, നമ്മുടെ നീഡ്. അതായത് പണ്ട് കാലത്ത് നമ്മൾക്ക് ഈ കാഴ്ച ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥകളും ഇപ്പോഴത്തെ അവസ്ഥകളും വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു കാരണമാവാം. ഇപ്പോൾ പണ്ട് പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ പൊതുവേ മാത്രമല്ല കൂടുതലും ആളുകൾ കൃഷിപ്പണി അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതലും ഇൻവോൾവ് ആയിട്ടിരിക്കണം. ഇപ്പോഴത്തെ ജനങ്ങൾ അങ്ങനെയല്ല. കാഴ്ച കൂടുതൽ നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ജോലികളിലാണ് പലരും വ്യാപൃതരായിരിക്കുന്നത്. അപ്പോൾ ചെറിയ തരത്തിലുള്ള മംഗലം, അതുപോലെ പണ്ടെന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ വളരെ കൂടുതലാണ്. അപ്പോൾ ചെറിയ തോതിൽ തിമിരം വരുമ്പോൾ തന്നെ ഈ രാത്രി വണ്ടി ഓടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിമിരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചാണ് അത് പ്രകടമാവുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവാം. മറ്റൊരു കാര്യം, പല അസുഖങ്ങളും നമ്മൾ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിയുന്നു. എന്നാൽ ചില അസുഖങ്ങൾ ലക്ഷണങ്ങളേ ഇല്ലാത്തവയുണ്ടല്ലോ. തിമിരം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? തിമിരം ശരിക്കും ലക്ഷണമുള്ളത് തന്നെയാണ്. ഈ ലക്ഷണമില്ലാത്ത വിഭാഗത്തിലാണ് ഈ ഗ്ലോക്കോമ വരിക. അത് പെട്ടെന്ന് അറിയാതെ പോകുന്ന ഒരു സാധനമാണ്. തിമിരത്തിന് പക്ഷേ ശരിക്കും എപ്പോഴും നമ്മൾ ഈ പ്രകാശരശ്മിക്ക് അകത്തോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് കാഴ്ചക്കുറവ് വരും. അപ്പോൾ കാഴ്ചക്കുറവ് വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും അത് മനസ്സിലാവും. പിന്നെ അത് പ്രത്യേകിച്ച് ഒരു കണ്ണിൽ മാത്രമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോവാം, അല്ലെങ്കിൽ കുറച്ച് നാളും കൂടെ അതിനെ ഇങ്ങനെ കുറച്ച് കഴിയട്ടെ എന്ന് വെച്ച് നീട്ടിക്കൊണ്ടു പോവാം. അല്ലാതെ തീരെ അറിയാതെ പോവാൻ സാധ്യത കുറവാണ്. ഓക്കെ,
ഇപ്പോൾ ലക്ഷണങ്ങൾ കൊണ്ട് തിമിരമാണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു മധ്യവയസ്സ് കഴിഞ്ഞവരിലൊക്കെയാണ് തിമിരം ആദ്യമായി നമ്മൾ കണ്ടുവരുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ലക്ഷണങ്ങൾ കൊണ്ട് ഇത് മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് രോഗനിർണയം? രോഗനിർണയം പ്രധാനമായിട്ടും നമ്മൾ ക്ലിനിക്കലി, അതായത് നമ്മൾ പരിശോധിച്ച് ആണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്. ടെസ്റ്റുകളല്ല ശരിക്കും പ്രധാനമായിട്ട്. അപ്പം നമ്മൾ കാഴ്ച നോക്കും, കാഴ്ച കുറവ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഈ മരുന്ന് ഒഴിച്ച് വികസിപ്പിച്ച് ലെൻസിൻ്റെ ഘടന നോക്കും. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ലെൻസിൽ എത്ര ഭാഗത്ത് തിമിരമുണ്ട്, തിമിരം ഏത് ഭാഗത്ത് കൂടുതൽ ഇൻവോൾവ് ആണ്, കാഴ്ചയെ അത് ബാധിക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ തിമിരമുണ്ടെന്ന് മനസ്സിലായി. പലപ്പോഴും ഈ തിമിരമൊക്കെ ആദ്യം കുറേ നാളുകൾ വെച്ചുകൊണ്ടിരിക്കും. തിമിരമുണ്ടെന്ന് അറിഞ്ഞു, തുടക്കമാണെന്ന് പറഞ്ഞു, നമ്മളത് കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല, മരുന്നൊന്നും കഴിക്കുക, അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇത് തിമിരമുണ്ടെന്ന് കണ്ടുപിടിച്ച ഉടൻ തന്നെ മരുന്ന് ഉപയോഗിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇല്ല. തിമിരം നമുക്ക് മരുന്നൊഴിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് അതിനകത്ത് അത്ര വലിയ പ്രസക്തിയില്ല. അപ്പോൾ ശസ്ത്രക്രിയ മാത്രമാണോ ഒരു ശസ്ത്രക്രിയയാണ് ചെയ്യേണ്ടി വരിക. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ചെറിയ തോതിലാവുമ്പോൾ കുറച്ചൊക്കെ ആ ചെറിയ തോതിൽ വരുമ്പോൾ നമുക്ക് ഈ കണ്ണട വെക്കേണ്ടി വരെ പോലത്തെ ഇതുണ്ടല്ലോ, ആ വൈകല്യങ്ങൾ കണ്ണട വെച്ചിട്ട് കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നാളൊക്കെ ചിലപ്പോൾ കണ്ണട വെച്ചും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആ കണ്ണട വെച്ചിട്ടും അത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ അത് സർജറി തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടുപിടിച്ച ഉടൻ തന്നെ ശസ്ത്രക്രിയ ചെയ്യുന്നതാണോ ഉചിതം, അതോ കുറേ നാൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ കണ്ണടയൊക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം കൂടുതൽ അങ്ങനെയാണോ നോക്കുന്നത്? പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴെന്ന് തീരുമാനിക്കുന്നത് ഒന്ന് രോഗിയുടെ അവസ്ഥ, അവരുടെ നീഡ്, അവർക്ക് അത് ഇത് ചെയ്തില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ, പിന്നെ തിമിരത്തിൻ്റെ അളവ്, പിന്നെ തിമിരം കൂടുതലായ ഉണ്ടാവാവുന്ന കോംപ്ലിക്കേഷൻ, അതായത് അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ആണ് അത് തീരുമാനിക്കുന്നത്. സാധാരണ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയം തന്നെയാണ് എല്ലാവർക്കും. കാര്യം എത്ര പുരോഗമനം പറഞ്ഞാലും ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഭയമാണ്. തിമിര ശസ്ത്രക്രിയ എങ്ങനെയാണ്? ഇപ്പോൾ നൂതന മാർഗങ്ങൾ എന്തെല്ലാമാണ് നിലവിലുള്ളത്? ശസ്ത്രക്രിയ എല്ലാവർക്കും ഭയം തന്നെയാണ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തിമിര ശസ്ത്രക്രിയ നമ്മൾ കണ്ണിൽ മാത്രമായിട്ട് ചെയ്യുന്നതാണ്. പൊതുവേ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അനസ്തീഷ്യ ഒന്നും വേണ്ടി വരില്ല. ലോക്കലായിട്ട്, അതായത് ആ ഭാഗത്ത് മാത്രം മരവിപ്പിച്ച് ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് മരുന്നുകൾ മാത്രം ഒഴിച്ചിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുത്തിവെക്കുക പോലും ചെയ്യാതെ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഭയങ്ങൾ കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. ഡോക്ടർ, നമ്മുടെ ഒരു കോളറുണ്ട്, അതിനുശേഷം തുടരാം. ഹലോ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എനിക്ക് 38 വയസ്സുള്ള ഒരു പേഷ്യൻ്റാണ്. എനിക്ക് ഷുഗർ ഉണ്ട്, 160-200 ഷുഗർ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഉള്ള പ്രോബ്ലം, ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടി നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമുക്ക് ആളിനെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. കുറച്ച് നമ്മൾ കാണുമ്പോഴേ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോകുമ്പോൾ ആ ആളിനെ അടുത്ത് എത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആളിന്റെ ഫേസ് വ്യക്തമാവുന്നില്ല. അപ്പൊ അത് ഈ ഷുഗറിന്റെ ഇതുകൊണ്ടാണോ, ഈ തിമിരത്തിന്റെ വല്ല ആരംഭഘട്ടം വല്ല ആണോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ 38 വയസ്സാണെന്നല്ലേ പറഞ്ഞേ? അതേ ഉള്ളൂ. ഷുഗർ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഷുഗർ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 കൊല്ലമായി. 4 കൊല്ലമായി. ഈ ഷുഗറിന് ഒരു ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടുന്നതും വല്ലാതെ കുറയുന്നതും കാഴ്ചയെ ബാധിക്കാം. അതല്ലാതെ കണ്ണിൻ്റെ ഉള്ളിലെ ഞരമ്പുകൾക്ക് ഇതിന് കേടുവരുത്താൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്ത് വെക്കണം. കണ്ണിൻ്റെ ഉള്ളിലെ ഞരമ്പിന് ഷുഗറിൻ്റെ കേട് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളത് പരിശോധിച്ച് നോക്കണം. പിന്നെ തിമിരം ഉണ്ടോ എന്നുള്ളതും പരിശോധന ചെയ്യണം. ആ പരിശോധന ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ടാണ് ഈ കാഴ്ചക്കുറവ് വന്നേക്കണമെന്ന് വ്യക്തമാവുള്ളൂ. അതിനുശേഷം അത് തീരുമാനിക്കാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം തിമിര ശസ്ത്രക്രിയ മുമ്പത്തെ പോലെ ഒരുപാട് ദിവസം കണ്ണ് മൂടിക്കെട്ടി അല്ലെങ്കിൽ കറുത്ത ഗ്ലാസ്സുകൾ വെച്ചൊന്നും നടക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ലേ? ഇപ്പോൾ എത്ര ദിവസം എടുക്കുന്നുണ്ട് ഇത് ക്യൂർ ആവാൻ? നമുക്ക് എപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകാമെന്ന് കൂടി ഒന്ന് പറയും. ഇപ്പോൾ എല്ലാം ഡേ കെയർ സർജറി ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് അന്ന് രാവിലെ വരും, മരുന്നുകളൊക്കെ ചെയ്യും, ഓപ്പറേഷൻ ചെയ്യും, 1-2 മണിക്കൂറിന് ശേഷം അവർക്ക് വീട്ടിൽ പോവാം. പിറ്റേ ദിവസം വന്ന് കാണിച്ചാൽ മതി. പിന്നെ കുറച്ച് ദിവസം കൂടി വന്ന 3-5 ദിവസം നമ്മൾ ശ്രദ്ധിക്കണം, ഭാരമൊന്നും എടുക്കരുത്. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓപ്പറേഷൻ ചെയ്ത ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അതിനകത്ത് ഒരിക്കലും അണുബാധ വരാൻ പാടില്ല.
അപ്പോൾ ജോലികൾ ചെയ്യുന്നതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അത് ഭയങ്കര എന്താ പറയുക, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ ഡോക്ടർ, എനിക്ക് കുട്ടിക്കാലം മുതലേ ഒരു ഇടത് കണ്ണിൽ ഒരു ചെറിയ കാഴ്ചക്കുറവുണ്ടായിരുന്നു. ഹലോ. ചോദിച്ചോളൂ. ആ കാഴ്ച കുറഞ്ഞതിന് ശേഷം അത് വലുതായപ്പോഴും കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ വലത് കണ്ണിലും കൂടെ പിന്നെ കാഴ്ച ഭയങ്കരമായ മങ്ങലുണ്ട്. ഓക്കെ. ഈ ഇടത് കണ്ണിലെ കാഴ്ചക്കുറവിന്റെ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും എന്താണെന്ന് പറഞ്ഞിട്ടില്ല. കുറെ ദിവസം നിന്ന് അത് കണ്ണിലൊക്കെ മരുന്നൊക്കെ ഒഴിച്ച് പിന്നെ ആ കാഴ്ച അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഓ, ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 49 വയസ്സായി. അത് ഈ ഇടത്തെ കണ്ണിലെ കാഴ്ചക്കുറവിന്റെ കാരണം എന്താണെന്ന് അറിയണം. ഇപ്പോൾ വലത്തെ കണ്ണിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് പരിശോധിച്ച് നോക്കേണ്ടി വരും. എന്നാലേ നമുക്കത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഫോണിൽ കൂടെ ലക്ഷണങ്ങൾ കേട്ടാൽ പറയാൻ അല്ലേ ഡോക്ടർ? ഇപ്പോൾ ഈ തിമിരം പാരമ്പര്യ ഘടകങ്ങൾ കൊണ്ടുണ്ടാവുന്നുണ്ടോ? അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ പാരമ്പര്യ ഘടകം ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വേറെയും കുറേ കാരണങ്ങൾ അതിന് കൂടെ ഉണ്ട്. തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പിന്നീട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം വരണം എന്ന്, അത് കഴിഞ്ഞ് ഫോളോ അപ്സ് ഒക്കെ എങ്ങനെയാണ്? അത് ഫോളോ അപ്സ് യൂഷ്വലി അത് ഓരോ ഹോസ്പിറ്റൽസിനും അവരുടേതായ പാറ്റേൺ ഉണ്ടാവും. സാധാരണ പിറ്റേ ദിവസം നമ്മൾ കണ്ട് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞ് പിന്നെ വിളിക്കും. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ വന്ന് കാണിക്കാം. പിന്നെ 1 വീക്ക് കഴിഞ്ഞ് പിന്നെ ഒരു 2 വീക്സ് പിന്നെ ഗ്ലാസ് കൊടുക്കും. പിന്നെ 1 മന്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു റെഗുലർ ഫോളോ അപ്പ്, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ജീവിതകാലം മുഴുവൻ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം സാധാരണ നിലയിൽ തന്നെ തുടരാം അല്ലേ? അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. പറയൂ ഡോക്ടർ. എന്റെ കണ്ണ് ചില സമയത്ത് നമ്മള് ഈ ബസിന്റെ സൈഡിലൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലെ നടക്കുന്ന സമയത്ത് കണ്ണിങ്ങനെ ചോപ്പും. കണ്ണിന്റെ ഈ വെള്ള ഒരു പ്യൂർ വെള്ളയല്ല, ഇടയ്ക്ക് ഒരു റെഡിഷ് കളർന്നാണ്. അത് എന്തെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് ഡ്രോപ്സ് എന്തെങ്കിലും ഉണ്ടോ? അത് ചിലപ്പോൾ നിങ്ങൾക്ക് അലർജി കൊണ്ടും ഉണ്ടാവാം, പിന്നെ ഡ്രൈ ആയിട്ടും ഉണ്ടാവാം. അത് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. പല കാരണങ്ങൾ കൊണ്ട് പിന്നെ ചുമപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അസുഖങ്ങളുടെ ഒരു ലക്ഷണമാണ്. അപ്പം അത് കാരണം എന്താണെന്ന് നോക്കിയിട്ട് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ ഇപ്പോൾ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയയെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഗ്ലോക്കോമയെക്കുറിച്ചാണ് ഇനി. ഗ്ലോക്കോമ എന്താണ്? ഗ്ലോക്കോമ അതായത് നമ്മുടെ കണ്ണ് ഒരു പന്ത് പോലെ ഇരിക്കുന്നു വിചാരിക്കാം. അപ്പോൾ ഒരു ക്ലോസ്ഡ്, അതായത് അടഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഒരു ദ്രാവകം ഇങ്ങനെ ഉണ്ടാവും. അതേ ദ്രാവകം ഉണ്ടാവുന്ന പോലെ തന്നെ അതിൽ നിന്ന് വലിഞ്ഞും പോകണം. അതിന് സംഭവിക്കാതിരുന്ന അതിൻ്റെ ഉള്ളിലെ മർദ്ദം കൂടി കൂടി വരും. അപ്പോൾ ഈ മർദ്ദം കൂടി കൂടി വരുമ്പോൾ നമ്മുടെ ഈ കണ്ണിൻ്റെ ഗോളത്തിൻ്റെ പുറകിൽ നിന്നാണ് നേത്രനാഡി തുടങ്ങുന്നത്. അപ്പോൾ ഈ മർദ്ദം കൂടി വരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ ഈ നേത്രനാഡിയുടെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കും. അങ്ങനെ അത് കാഴ്ചയെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ ഗ്ലോക്കോമ ഉണ്ടാവുന്നത്. ഈ ഗ്ലോക്കോമയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് പ്രകടമായ ഒത്തിരി ലക്ഷണങ്ങളൊന്നുമില്ല. പലപ്പോഴും നമ്മളിത് അറിയേയില്ല. ഇതിൻ്റെ ഏറ്റവും കുഴപ്പം ഇത് വളരെ ഗ്രാജുവൽ, അത് വളരെ പതുക്കെയാണ് സംഭവിക്കുക. പിന്നെ പ്രധാനമായിട്ടും ഈ നമ്മുടെ സൈഡിലുള്ള വിഷനാണ് അത് കുറയണേ. അപ്പോൾ നമ്മൾ രോഗി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ടെന്ന് അറിയുക പോലും ഇല്ല. അപ്പോൾ അത് പതുക്കെ ഈ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വന്ന് എന്തോ പ്രശ്നമുണ്ടെന്ന് രോഗിക്ക് മനസ്സിലായിട്ട് നമ്മളത് ചികിത്സിക്കാനായിട്ട് വരുമ്പോഴേക്കും അത് കുറച്ച് വൈകിപ്പോകും. അപ്പോൾ അതാണ് ഈ ഗ്ലോക്കോമയുടെ ഏറ്റവും പ്രധാനമുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഈ ഗ്ലോക്കോമ അവയർനെസ്സും ഗ്ലോക്കോമ വീക്കും അതിനെപ്പറ്റി ഒത്തിരി എല്ലാവർക്കും ബോധവൽക്കരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ. എന്റെ മോന് വേണ്ടിട്ടായിരുന്നു. മോന് ഉണ്ടായപ്പോഴേ തന്നെ ഗ്ലോക്കോമ ഉണ്ട്. ഹലോ. പറയൂ. ഗ്ലോക്കോമ ഉണ്ട്. അത് കഴിഞ്ഞ് ട്രംബക്കുലക്ടമി 3 പ്രാവശ്യം ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം ഗ്ലോക്കോമയുടെ കൂടത്തെ കാറ്ററാക്റ്റും കൂടെ തുടങ്ങിയിരിക്കും. ഇപ്പൊ 18 വയസ്സായി. കോർണിയൽ ഡിമയുണ്ട്. അതിന് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു. അത് ഈ ജന്മനാ ഉള്ള ഗ്ലോക്കോമ ശരിക്കും ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
അതായത് ഈ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ദ്രാവകം ഉണ്ടാവും, അത് വലിഞ്ഞു പോകുമെന്ന് പറഞ്ഞല്ലോ. ആ ഭാഗത്തിന് ജന്മന ഈ അതിൻ്റെ എന്താ പറയുക ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പൂർണ്ണത വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ദ്രാവകം പോകാനുള്ള വഴികൾക്ക് തടസ്സമുണ്ടാവും. അപ്പം അതിന് നമ്മൾ പ്രത്യേകിച്ച് വീണ്ടും പുതിയ വഴികൾ തുറന്നു വെക്കുകയാണ്. പക്ഷേ ഒരു നല്ല ശതമാനം കുട്ടികൾക്കും നന്നായി വരും, പക്ഷേ ഒരു ചെറിയ ശതമാനം വളരെ ഡിഫിക്കൽട്ടാണ് അത് ട്രീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനോട് ഇപ്പോൾ ഈ കുട്ടിക്ക് തിമിരം വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്ക് അതിനോടനുബന്ധമായിട്ട് വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തിമിരത്തിന് അത് സർജറി ചെയ്യുക തന്നെ വേണ്ടി വരും. അത് ഗ്ലോക്കോമ കൺട്രോൾ ചെയ്തിട്ട് ഗ്ലോക്കോമ കൺട്രോൾഡ് ആവില്ലെങ്കിൽ അതിന് വേറെ പിന്നെയും സർജറി ചെയ്യേണ്ടി വരും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഗ്ലോക്കോമയ്ക്ക് രണ്ട് സൈഡിലുമുള്ള കാഴ്ചയാണ് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? അങ്ങനെ സംശയം അത് ശരിക്കും അതിലും നല്ല ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ സൈഡിലെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കണ്ണും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ണിൽ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു സ്കോട്ടോമ എന്നാണ് നമ്മൾ പറയുക. അതായത് നമ്മൾക്ക് കാഴ്ചയുടെ ആ പരിധിയുണ്ട്, അതിൽ ചില ഭാഗങ്ങൾ കാണാതായിപ്പോവും. അപ്പോൾ രണ്ട് കണ്ണും കൂടെ നമ്മൾ തുറന്നിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ഒരു ഭാഗം പോണത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഓരോ കണ്ണായിട്ട് അടച്ചു നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലോക്കോമ ഉണ്ടെന്ന് അറിയണ ഈ ജനറ്റിക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഗ്ലോക്കോമയ്ക്ക് നല്ല ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉള്ളതാണ്. അപ്പോൾ ഗ്ലോക്കോമ ഉണ്ടെന്ന് അറിയണ ആൾക്കാരുടെ മക്കളെ എപ്പോഴും സ്ക്രീൻ ചെയ്യണം. അതായത് പ്രഷർ ഉണ്ടോ, കണ്ണിൻ്റെ ഉള്ളിൽ ഞരമ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഗ്ലോക്കോമ വരാൻ അവർക്ക് പൊതുജനത്തെ അപേക്ഷിച്ച് സാധ്യത വളരെ കൂടുതലാണ്. ഏത് ഏജിൽ തുടങ്ങണം സ്ക്രീനിങ് ഒക്കെ? പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ 10-40 വയസ്സാകുമ്പോൾ വായിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്ലാസ് വയ്ക്കാൻ തുടങ്ങണം ആ സമയത്തിനോട് കൂടെ ഇതിൻ്റെ പരിശോധനകളും ചെയ്യണം. ഡോക്ടർ, ഒരു കോളുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടർ. കണ്ണൂർ കൃഷ്ണൻ വിളിക്കുന്നേ. ആ, ഈ ബയക്ക് മെഷീൻ അടിച്ചിട്ട് കണ്ണിന്റെ കറുപ്പിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. വലത്ത് കണ്ണിന്റെ? ആ, അത് കണ്ണിന് തുന്നുണ്ട്. എന്താ വില, പരിക്ക് പറ്റിയതാണോ? കണ്ണിന്റെ ഉള്ളില് തുന്നുണ്ട്. തുന്നെന്ന് സ്റ്റിച്ച് തയ്ച്ചിട്ടുണ്ട്, ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് അല്ലേ? അത് എന്തിനു വേണ്ടി ചെയ്തതാ? അത് ഈ ബയക്ക് മെഷീന്റെ കല്ല് കൊണ്ട് അടിച്ചിട്ട് പരിക്ക് പറ്റിയതാണ്. പരിക്ക് പറ്റിയിട്ട് ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്? അതിനിപ്പോ ഈ ബാലൻസിന് എനിക്ക് ചെറുങ്ങനെ നടക്കാൻ പറ്റുന്നില്ല, ഒരു ബാലൻസിന്റെ ഒരു പ്രശ്നം. ഓ കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടോ? കാഴ്ചക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, 80% ഉള്ളൂ. 80% കാഴ്ച മറ്റേ ഇപ്പഴത്തെ കണ്ണ് പോലെ ഇല്ല, 80% ഉള്ളൂ. ഒരു 20% കുറവാണ്. അത് ഈ പരിക്ക് പറ്റിയ നാള് മുതലേ അങ്ങനെയാണോ അതോ ഇപ്പൊ അടുത്തായിട്ട് വന്നതാണോ? അടുത്തായിട്ട് വന്നതാണ്. ഇതിപ്പം ചെയ്തിട്ട് ഒരു കൊല്ലായി. ഓക്കെ, അന്നൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല? അന്നൊന്നും കുഴപ്പമില്ല. ഡോക്ടർ, ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും കൃത്യമായിട്ട് നമ്മൾ പരിശോധനകൾ നടത്തേണ്ടതാണ് അല്ലേ? ഇതുപോലെ ഫോണിൽ കൂടെ ഒന്നും ഇതിന് പറയാൻ പറ്റില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ടാവും. അതെന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കാതെ നമുക്ക് ഉത്തരം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ട്. ഡോക്ടർ, ഇപ്പോൾ ഗ്ലോക്കോമയെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ചികിത്സകൾ എന്നൊന്ന് പറയാമോ? ഗ്ലോക്കോമ, ആദ്യം ഈ ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്നുള്ള രോഗനിർണയം, അതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിനകത്ത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ മർദ്ദം, പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ മരുന്ന് വെച്ച് പരിശോധിച്ച് കഴിയുമ്പോൾ കണ്ണിൻ്റെ ഈ നേത്രനാഡി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഗ്ലോക്കോമയുടെ അനുബന്ധിച്ച് ഇതിനകത്ത് ഉണ്ടാകുന്ന കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കണം. പിന്നെ ഇപ്പോൾ ഈ പാർശ്വമായിട്ടുള്ള കാഴ്ച നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഓരോ കണ്ണ് അടച്ചു പിടിച്ചിട്ട് നമുക്ക് എത്ര ഭാഗം കാണാൻ പറ്റും എന്ന് ടെസ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് കുറച്ച് ഭാഗമായിട്ട് കാഴ്ച കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു രോഗിക്ക് ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ, ചികിത്സ വേണോ എന്ന് തീരുമാനിക്കണം. അപ്പോൾ ഇതിനെ എല്ലാം അഫക്റ്റ് ചെയ്യണതുകൊണ്ട് ഇതെല്ലാം കൂടെ ഏകീകരിച്ചാണ് നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്ലോക്കോമയുടെ മർദ്ദം നിയന്ത്രിച്ച് വയ്ക്കാൻ നല്ലവണ്ണം മരുന്നുകളുണ്ട്. അപ്പോൾ നല്ലൊരു ശതമാനം ആളുകൾക്കും മരുന്നുകൾ ഒഴിച്ചാൽ അതുകൊണ്ട് തന്നെ അത് കൺട്രോളിലാവും. പക്ഷേ ഇതിനകത്ത് ഡോക്ടർ, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം തുടരാം. ഹലോ, ഗുഡ് ഈവനിങ് മാഡം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ മണ്ണാമ്പൊയിൽ. ചോദിച്ചോളൂ. മാഡം, ഈ ഗ്ലോക്കോമ ഉണ്ടാവുന്ന ഈ അസുഖം ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്?
കാരണം ഒന്ന് ഇതുപോലെ ഈ എന്താ പറയുക പാരമ്പര്യമായിട്ട് സംഭവിക്കാം. വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ ഇവർക്കും ഗ്ലോക്കോമ ഉണ്ടാവാനൊരു സാധ്യത സാധാരണ ജനത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. പിന്നെ ചില മരുന്നുകൾ കുറേ നാൾ ഉപയോഗിക്കണതിൻ്റെ പാർശ്വഫലമായിട്ടുണ്ടാവാം. പിന്നെ ചില പരിക്കുകൾ അല്ലെങ്കിൽ കണ്ണിലുണ്ടാവാവുന്ന ചില നിർദോഷങ്ങൾ അതിൻ്റെ അനന്തരഫലമായിട്ടും കണ്ണിന് മർദ്ദം കൂടാം. പിന്നെ നേരത്തെ അവർ പറഞ്ഞ പോലെ ജന്മന കുട്ടികൾ ഉണ്ടാവുമ്പോഴേ ആ അതായത് കണ്ണിലുണ്ടാവുന്ന ദ്രാവകം വലിഞ്ഞു പോകുന്ന ഭാഗത്തിന് ജന്മന പൂർണ്ണത വരാത്തത് കൊണ്ട് ഗ്ലോക്കോമ ഉണ്ടാവാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഗ്ലോക്കോമയുടെ ചികിത്സയെ കുറിച്ചിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അത് പ്രധാനമായിട്ടും നമുക്ക് മരുന്നുകൾ കൊണ്ട് നല്ലൊരു ശതമാനം നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് നിയന്ത്രണ വിധേയമാവാത്ത രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ? ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.